വെൽക്കം ടു മനോരമ ഹൊറൈസൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് 8ലെ 6th ചാപ്റ്റർ, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. ആസ് വി ഓൾ നോ, ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് എന്താണ്? 4-sided ഫിഗർ ആണ് അല്ലേ? അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റെക്ടാംഗിൾ ഇസ് there, സ്ക്വയർ ഇസ് there, പാലോഗ്രാം, റോംബസ് ആൻഡ് ട്രപ്പീസോയിഡ്. സോ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ ക്വാഡ്രിലാറ്ററൽസ്, അതായത് ഈ റെക്ടാംഗിൾ, സ്ക്വയർ, പാലോഗ്രാം, റോംബസ്, ട്രപ്പീസോയിഡ്, ഇതിന്റെ എല്ലാം കൺസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. അതായത് നമ്മൾ വരച്ചെടുക്കാണ്. നമുക്ക് ഒരു ഗിവൺ ഡേറ്റ തരും. ആ ഡേറ്റ വെച്ചിട്ട് നമ്മൾ എന്താണ് ഓരോ ക്വാഡ്രിലാറ്ററലിനെയും കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. സോ അതിന് വേണ്ടിയ ചില ടിപ്സും കാര്യങ്ങളും അതേപോലെ തന്നെ എങ്ങനെ ഫിഗേഴ്സിനെ അപ്രോച്ച് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എന്താണ് ഓൾവേസ് നമുക്ക് തരുന്ന ഗിവൺ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ വെച്ചിട്ട് ഒരു റഫ് ഫിഗർ വരയ്ക്കാൻ ശ്രമിക്കുക. ഒരു റഫ് ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ ആ ഒരു പിക്ചറിനെ അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്നൊക്കെയുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിന്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡ് മാർജിൻ ആയിട്ട് എടുത്തിട്ട് അവിടെ ഒരു റഫ് ഫിഗർ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കണ്ട ക്വാഡ്രിലാറ്ററൽസ് ഉണ്ടല്ലോ, അതിന്റെ എല്ലാം പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ എന്താണ് മനസ്സിൽ അറിഞ്ഞിരിക്കണം. അത് ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലിങ്കിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ നെക്സ്റ്റ് പടം വരയ്ക്കേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടായിരിക്കും. സോ റിമൈൻഡ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫിഗേഴ്സ് വൈൽ കൺസ്ട്രക്ടിങ്. ഓൾസോ നമ്മൾ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിന് തന്നിരിക്കുന്ന മെഷർമെന്റ്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. അതായത് 7 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ അത് 5 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കരുത്, 7 സെന്റിമീറ്റർ ഉള്ള ലൈൻ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് തരുന്നുണ്ടോ, ആംഗിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ലൈനിന്റെ ലെന്ത് ആണെങ്കിലും എന്താണെങ്കിലും അത് നമ്മുടെ ക്വസ്റ്റിന് തരുന്ന മെഷർമെന്റ്സിനോട് കറക്റ്റ് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തെന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. ഇതാണ് ബേസിക് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ, ഒരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യാൻ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. റിമെമ്പർ, ഫസ്റ്റ് നമ്മൾ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. അത് ആ റഫ് ഫിഗർ തെറ്റായിക്കോട്ടെ, കുഴപ്പമില്ല, കറക്റ്റ് അല്ലെങ്കിൽ പോലും ആ ഒരു റഫ് ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ എന്താണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ നമുക്കുള്ളൊരു ഐഡിയ കിട്ടും. ഓൾസോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല, ഓരോ ഫിഗേഴ്സ് എടുത്ത് വരയ്ക്കുകയാണ്. അപ്പം അതിൽ വരുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണോ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. മെയിൻലി ഇതിൽ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ച് ഒരു ഇൻപുട്ട് ഇടേണ്ട ഒരു ചാപ്റ്റർ ആണ്. അതായത് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പറ്റുന്നതല്ല. ജസ്റ്റ് അത് ത്രൂ പ്രാക്ടീസോടെ തന്നെ പ്രോബ്ലംസ് എല്ലാം എന്താണ് നേരത്തെ എക്സാമിന് മുന്നേ തന്നെ അത് വരച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് ഇവിടെ ഞാൻ കൺസ്ട്രക്ഷൻ ഓഫ് സ്ക്വയറിന്റെ ഒരു പ്രോബ്ലം ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് ഹൗ ടു ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 5 സെന്റിമീറ്റർ. അപ്പം നമുക്കറിയാം നമ്മുടെ മനസ്സിൽ അപ്പം എന്താണ് ഒരു സ്ക്വയർ വരും. അതേപോലെ തന്നെ അതിന്റെ ഡയഗണലിന്റെ ലെന്ത് എന്താണ് 5 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ ഒരു റഫ് ഫിഗർ ആസ് പെർ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു സ്ക്വയർ വിത്ത് ഒരു ഡയഗണൽ ഉണ്ടാവും. ആ ഡയഗണലിൽ എന്താണ് അതിന്റെ ലെന്ത് 5 സെന്റിമീറ്റർ. ഇതാണ് ഇതിന്റെ ഒരു റഫ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്സിനനുസരിച്ച് ഞാൻ ഇവിടെ പടം വരച്ച് കാണിക്കുവാണ്. അപ്പൊ സ്റ്റെപ്സിൽ ആദ്യം പറയുന്നത് എന്താണ്, ഇതൊരു റഫ് ഫിഗർ വരച്ചു. ഇപ്പൊ റഫ് ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ വരുന്നുണ്ട്. കാര്യം ഇവിടെ ഇത് മൊത്തം 90 ഡിഗ്രി ആണല്ലോ. അപ്പൊ നമ്മൾ ഇതിന് ഈ ഡയഗണലിനെ നമ്മളിവിടെ ഒരു ഡയഗണൽ ഉണ്ടെന്ന് പറഞ്ഞു, ഡയഗണൽ 5 സെന്റിമീറ്റർ ലെന്തുള്ള ഡയഗണലാണ്. അപ്പൊ അത് ഇവിടെ കട്ട് ചെയ്യുമ്പം ഈച്ച് ഒരു ആംഗിൾ എത്രയായിരിക്കും, 45 ഡിഗ്രി ആണല്ലോ. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. അപ്പൊ നമുക്കിവിടെ മനസ്സിലാകും ഈ ഒരു ഡയഗണൽ എന്താണ്, ഈ ഒരു സ്ക്വയറിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, 2 ട്രയാങ്കിൾസ് ആയിട്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ പോർഷനിലെ താരത്ത് ഈ ട്രയാങ്കിളിനെ ആദ്യം വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതിയല്ലോ മോളത്തെ ട്രയാങ്കിളും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ദെൻ അനദർ ലൈൻ സ്റ്റാർട്ടഡ് അറ്റ് 45 ഡിഗ്രി അറ്റ് വൺ എൻഡ്. അപ്പൊ നമുക്ക് എന്താണ് ആദ്യം ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ആ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇനി 45 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ 45 ഡിഗ്രി എന്താണ്, നിങ്ങൾക്ക് ജോമെട്രി ബോക്സ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ കോമ്പസ്, പ്രൊട്രാക്ടർ എല്ലാം ആവശ്യമുണ്ട്. അപ്പം നമ്മളിവിടെ 45 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞാൽ പ്രൊട്രാക്ടറിൽ 45 ഡിഗ്രി എടുത്തിട്ട്
ഏകദേശം ഇതുപോലൊരു ലൈൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദിസ് മെഷർ ഇസ് നത്തിങ് ബട്ട് 45 ഡിഗ്രി. ഇനി മാർക്ക് 5 സെന്റിമീറ്റർ ഓൺ ദ സ്ലാൻഡഡ് ലൈൻ. ഇപ്പൊ 5 സെന്റിമീറ്റർ, അപ്പൊ ഈ ഒരു ഡയഗണലിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ ആ 5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഇവിടുന്ന് എന്താണ് നമ്മുടെ കോമ്പസിൽ എന്താണ് 5 സെന്റിമീറ്റർ ലെന്ത് എടുത്തിട്ട് ഇതില് 5 സെന്റിമീറ്റർ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പം ഈ ഇത്രയും ലെന്ത് ആണ് 5 സെന്റിമീറ്റർ എന്ന് നമുക്ക് പറഞ്ഞു കിട്ടും. ഓക്കെ, നൗ ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം ദിസ് പോയിന്റ് ടു ദ ബോട്ടം ലൈൻ. അപ്പം ഇവിടുന്ന് എന്താണ് സ്ട്രേറ്റ് ഒരു ലൈൻ വരച്ചേക്കാം. പെർപെൻഡിക്കുലർ ലൈൻ ആയല്ലോ. അപ്പം നമുക്ക് ഈ താരത്തെ ഈ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. Now draw a perpendiculars from the two corners and complete the square. നമുക്കറിയാം സ്ക്വയറിന്റെ പ്രോപ്പർട്ടി എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ. അപ്പം ഇവിടുത്തെ ഇത്രയും ലെന്ത് തന്നെ ആയിരിക്കും ഇതിന്റെ മോളോട്ടുള്ളതും അല്ലെ, എല്ലാ സൈഡും ഈക്വൽ. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയ്ക്കാമല്ലോ ഈ എൻഡിന്ന്. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്താൽ മതി. സോ വി ഗെറ്റ് എ സ്ക്വയർ. ഓക്കെ, നമ്മൾ കൈ കൊണ്ടാണ് വരയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പെർഫെക്ഷൻ കിട്ടാത്തത്. ബട്ട് നമ്മൾ സ്കെയിലും നമ്മുടെ ജോമെട്രി ബോക്സിലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കാമെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് സ്റ്റെപ്സ് വരുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, 45 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക, ദെൻ 5 സെന്റിമീറ്റർ ഡയഗണൽ ലെന്ത് തന്നിട്ടുണ്ട് അത് കട്ട് ചെയ്യുക, ദെൻ അവിടുന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. സോ ടു ബോട്ടം ലൈനിലേക്ക് വരച്ചു, അപ്പൊ ഇത്രയും ലെന്ത് കിട്ടും. ഈ ലെന്ത് തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുന്നത്. സോ റിമൈനിങ് ഫിഗറും അത് ജോയിൻ ചെയ്ത് അതേ ലെന്ത് വെച്ച് തന്നെ നമുക്ക് ജോയിൻ ചെയ്ത് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ സ്ക്വയറിന്റെ ഒരു സ്റ്റെപ്പ്, അതായത് ഡയഗണലിൽ തന്നിട്ട് വരയ്ക്കാനുള്ളതിന്റെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റെപ്പ് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് റെക്ടാങ്കിൾ. അപ്പൊ സ്ക്വയർ കണ്ടു, നമ്മൾ ഇനി ഒരു റെക്ടാങ്കിളിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പോവാണ്. ഹൗ ടു ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് വൺ സൈഡ് 5 സെന്റിമീറ്റർ ആൻഡ് ഡയഗണൽ 6 സെന്റിമീറ്റർ. അപ്പം നമുക്കിവിടെ എന്താണ്, ഇവിടെ ഒരു റഫ് ഫിഗർ നമുക്ക് വരച്ചു നോക്കാം അല്ലെ. റഫ് ഫിഗർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റെക്ടാങ്കിൾ ആണെന്ന് മനസ്സിലായി അല്ലെ. അതിന്റെ വൺ സൈഡ് തന്നിട്ടുണ്ട് എത്രയാണ്, 5 സെന്റിമീറ്റർ. സപ്പോസ് ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഡയഗണൽ ലെന്ത് തന്നിട്ടുണ്ട്, അതും 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ ഇവിടെ എന്താണ് നമ്മുടെ റെക്ടാങ്കിളിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഈ ഒരു ഡയഗണൽ ഇതിനെ എന്താണ് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രോപ്പർലി പറയുവാണെങ്കിൽ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ടാണ് ഈ ഡയഗണൽ ലൈനെ കട്ട് ചെയ്ത് വിടുന്നത് അല്ലേ. അപ്പം നമ്മൾ ഒരു റെക്ടാങ്കിൾ ഉണ്ടെങ്കിൽ ആ ഡയഗണലിൽ വരുമ്പോഴത്തേന് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മളിവിടെ റഫ് ഫിഗർ വരച്ചു. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന എന്ത് ഡേറ്റ ആണ്, അല്ലെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി എന്താണ് യൂസ് ചെയ്യുന്നുണ്ട്, ദ ഡയഗണൽ സ്പ്ലിറ്റ് ദ റെക്ടാങ്കിൾ ഇൻടു 2 റൈറ്റ് ട്രയാങ്കിൾസ് അല്ലെ. റൈറ്റ് ട്രയാങ്കിൾ 1 ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ 2. രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താണ്, സിമ്പിൾ അല്ലേ, ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക, അതേപോലെ തന്നെ മുകളിലും അടുത്ത റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ആദ്യം ഒന്ന് വരച്ചു നോക്കാം അല്ലെ. അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ ആദ്യം എന്താണ് അതിന്റെ ഹൈപ്പർടെന്യൂസ്. അപ്പൊ ഇത് നമുക്കറിയാം, ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ അതിന്റെ വൺ സൈഡിലെ ബേസ് നമുക്കറിയാം 5 സെന്റിമീറ്റർ, അതിന്റെ ഹൈപ്പർടെന്യൂസ് അറിയാം 6 സെന്റിമീറ്റർ എന്ന്. അപ്പൊ ഹൈപ്പർടെന്യൂസ് 6 സെന്റിമീറ്ററും വൺ സൈഡ് 5 സെന്റിമീറ്ററും വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആദ്യം ഒരു സൈഡ് വരയ്ക്കുക, which is 5 സെന്റിമീറ്റർ. ലെറ്റ് ഇറ്റ് ബി AB. ഇനി ഇവിടുന്ന് ഒരു 90 ഡിഗ്രി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാമല്ലോ. റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഒരു 90 ഡിഗ്രി എടുത്ത് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇനി നമ്മൾ കോമ്പസ് എടുക്കണം. അതായത് നമുക്ക് ഈ സൈഡ് അങ്ങ് ജോയിൻ ചെയ്യാം, പക്ഷെ അങ്ങനെ ചുമ്മാ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൈപ്പർടെന്യൂസ് സൈഡിന്റെ ലെന്ത് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ എന്ന്. അപ്പൊ ആ 6 സെന്റിമീറ്റർ ആവുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. ചുമ്മാ ഇതിനെ എങ്ങോട്ടേലും നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 6 സെന്റിമീറ്റർ ഹൈപ്പർടെന്യൂസ് കിട്ടത്തില്ല. എനിക്കിതിനെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഹൈപ്പർടെന്യൂസ് 6 സെന്റിമീറ്റർ കിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞ മെഷർമെന്റ്സ് ഉണ്ടെങ്കിൽ അതിലോട്ട് തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. അപ്പൊ നമ്മുടെ എയിം എന്താണ്, ഹൈപ്പർടെന്യൂസ് 6 സെന്റിമീറ്റർ വരണം. അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കോമ്പസ് എടുക്കുക, 6 സെന്റിമീറ്റർ നമ്മുടെ റൂളറിൽ എടുത്തിട്ട് ഒന്ന് എടുത്തു വെക്കുക. എന്നിട്ട് ഈ എയിൽ കുത്തിയിട്ട്, അതായത് നമുക്കിപ്പോ തന്നിരിക്കുന്നത് നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. എയിൽ കുത്തിയിട്ട് ഇപ്പൊ തന്നിരിക്കുന്ന ഈ 6 സെന്റിമീറ്റർ ഉണ്ടല്ലോ, ആ ലെന്ത് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇതിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? 6 സെന്റിമീറ്റർ എടുക്കുന്നു, എയിൽ കുത്തിയിട്ട് കോമ്പസ് ഏതാ ഈ പെർപെൻഡിക്കുലറിലേക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ സപ്പോസ് ഇവിടെയാണ് ആ പോയിന്റ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ലെറ്റ് ഇറ്റ് ബി യുവർ C. അപ്പൊ ഇനി ഇതിനെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്, A to C എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഇടയ്ക്കത്തെ ലൈൻ ഞാനങ്ങ്
ഇറേസ് ചെയ്യുവാണേ, നമുക്ക് ആവശ്യമില്ല. സോ നമുക്ക് ബാക്കി ആവശ്യമില്ലാത്ത ലൈൻസ് അങ്ങ് മാറ്റുവാണ്. അപ്പൊ AC എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഹൈപ്പർട്ടിന്യൂസ് വിത്ത് 6 സെന്റിമീറ്റർ. അപ്പൊ മനസ്സിലായ, കോമ്പസ് എടുത്ത് നമ്മൾ പെർപെൻഡിക്കുലർ ആയ BC-യിലേക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ 6 സെന്റിമീറ്റർ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് എന്താണ്, ഡ്രോ ദ അപ്പർ ഹാഫ് ഓൾസോ ടു കംപ്ലീറ്റ് ദ ഫിഗർ. കാരണം എന്താണ്, ഇതേ ഫിഗർ തന്നെയാണ് മുകളിലും വരുന്നത്. അപ്പൊ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ല, ഇത്രയും ലെന്ത് നമുക്കറിയാം ഒരു റെക്ടാങ്കിൾ ഉണ്ടെങ്കിൽ റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, ഈക്വൽ ആണ് അല്ലേ. അപ്പൊ ഇവിടെ കിട്ടുന്ന BC ലെന്ത് തന്നെ ആയിരിക്കും എയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഇവിടെ ഈ ലെന്ത് BC തന്നെ കട്ട് ചെയ്യുക. ഇനി ഈ പോയിന്റ് ഇവിടെ കിട്ടിയല്ലോ, ഇതിന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക. സോ ABCD എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ റെക്ടാങ്കിൾ. നോക്കിക്കേ, സോ വി ഗെറ്റ് എ റെക്ടാങ്കിൾ വിത്ത് വൺ സൈഡ് 5 സെന്റിമീറ്റർ ആൻഡ് ദ ഡയഗണൽ ലെന്ത് ആസ് 6 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് അപ്രോച്ച് യൂസ് ചെയ്തേ, നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഡയഗണൽ പ്രോപ്പർട്ടി എന്താണ്, അതായത് റെക്ടാങ്കിളിനെ 2 റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഗർ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ അവിടെയും പ്രോപ്പർട്ടി അല്ലേ യൂസ് ആയിട്ട് വന്നത്. അപ്പൊ അതാണ് പറയുന്നത്, എല്ലാ ഫിഗേഴ്സിന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കൺസ്ട്രക്ഷൻ ചാപ്റ്റർ നമ്മൾ പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യുമ്പോൾ. മനസ്സിലായോ? അപ്പൊ നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു റെക്ടാങ്കിളിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ഡയഗണൽ 5.5 സെന്റിമീറ്റർ വിത്ത് ആൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി ഇൻ ബിറ്റ്വീൻ ദം. അപ്പൊ ഇവിടെയും നമുക്ക് ഒരു റെക്ടാങ്കിൾ ഉണ്ട്, അതിന്റെ ഡയഗണൽ ലെന്തും ഇപ്പോൾ ഒരു ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. ഈ ഡയഗണൽസ് തമ്മിലുള്ള ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം റെക്ടാങ്കിളിന്റെ പ്രോപ്പർട്ടിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഡയഗണൽസ് സ്പ്ലിറ്റ് ചെയ്യും രണ്ടായിട്ട് and they bisect each other. പക്ഷെ they are not the perpendicular bisect. അതായത് രണ്ട് ഡയഗണലിന്റെ ഇടയ്ക്ക് എന്താണ്, 90 ഡിഗ്രി അല്ല. അതായത് ഈ 40 ഡിഗ്രി കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, 90 ഡിഗ്രി അല്ലേ? അല്ല, രണ്ട് ഡയഗണൽസ് ഇടയിൽ ഇറ്റ് ഈസ് നോട്ട് എ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ദേ ആർ നോട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അപ്പൊ എന്താണ്, അതിന്റെ ഇടയ്ക്കത്തെ ആംഗിൾ 90 ഡിഗ്രി അല്ല, വേറെ എന്ത് ആംഗിളും ആവാം. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് എന്താണ്, ആ രണ്ട് ഡയഗണൽസിന്റെ ഇടയിലെ ആംഗിൾ ആണ് തന്നിരിക്കുന്നത് എന്ത്, 40 ഡിഗ്രി എന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് നമുക്കൊരു തോന്നുന്ന ഒരു ഡൗട്ട് ആയിരിക്കും ഞാൻ പറഞ്ഞത് അല്ലെ, 90 ഡിഗ്രി അല്ലേ എന്ന്. അല്ല. അപ്പം ഓർക്കേണ്ട ഒരു പ്രോപ്പർട്ടി ഇതാണ്, റെക്ടാങ്കിളിന്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ബട്ട് ദേ ആർ നോട്ട് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇവിടെ റിമെമ്പർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ എന്താണ്, നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ നമുക്കറിയാം ഡയഗണൽ 5.5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ബേസ് ആയിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ എ ബേസ് ഓഫ് 5.5 സെന്റിമീറ്റർ. കാര്യം നമ്മുടെ ഒരു ഡയഗണൽ AB ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ. അതെ, നമുക്ക് ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞിരിക്കണമെന്നില്ല, അതിനെ നമുക്ക് ബേസ് ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമ്മുടെ ഫിഗർ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, വരച്ചു കഴിയുമ്പോൾ കംപ്ലീറ്റ് ഫിഗർ ആയി കഴിയുമ്പോൾ they will act as one of the diagonal. കാര്യം സൈഡ്സ് ഒന്നും തന്നിട്ടില്ല, അപ്പൊ ഡയഗണലിനെ നമ്മൾ ബേസ് ആയിട്ട് എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരയ്ക്കുവാണ്. ഓക്കെ, സോ ഡ്രോ എ ബേസ് ഓഫ് 5.5 സെന്റിമീറ്റർ, അത് വരച്ചു. സെക്കൻഡ്, യൂസിങ് കോമ്പസ് ഫ്രം ദ എൻഡ് പോയിന്റ്സ് ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ടു ഫൈൻഡ് ദ മിഡിൽ പോയിന്റ്. അപ്പൊ നമുക്കറിയാം ഒരു ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടതല്ലേ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാ വരയ്ക്കുന്നത് എന്നുള്ള ഈക്വൽ ട്രയാങ്കിൾസിന്റെ. അപ്പം AB എന്ന് പറയുന്ന ലെന്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ എയിൽ കോമ്പസിൽ എടുക്കുക, ഒരു പ്രോപ്പർ റേഡിയസ് എടുത്തിട്ട് എയിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്തു, ബിന്ന് ഈ പറഞ്ഞ പോലെ താരയും മുകളിലും നമ്മൾ ആർക്ക് കട്ട് ചെയ്യുന്നു അല്ലേ. ആൻഡ് ഇഫ് യു ജോയിൻ ദീസ് ടു പോയിന്റ്സ് നമുക്ക് എന്താണ്, ഇതിന്റെ മിഡിൽ പോയിന്റ് കിട്ടും അല്ലെ. ഇതാണ് ഇതിന്റെ മിഡിൽ പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി O. അപ്പൊ നമുക്ക് ഈ മിഡിൽ പോയിന്റ് ഇപ്പൊ കിട്ടിയതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്കിപ്പോ ഇതൊരു ഡയഗണലായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് അടുത്ത ഡയഗണലാണെന്ന് വിചാരിക്കരുത്. കാര്യം ഞാൻ പറഞ്ഞു ദേ ആർ നോട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. കാര്യം എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കിനി അടുത്ത വരയ്ക്കേണ്ടത് 40 ഡിഗ്രി വരയ്ക്കുമ്പം ആ ജോയിൻ ചെയ്ത് പോകുന്നത് ഇതിന്റെ മിഡിൽ പോയിന്റ് കൂടെ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇനി എന്താണ് 40 ഡിഗ്രി വരയ്ക്കാൻ പോകുന്നത് എവിടെയാ, ഈ AO അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ബേസ് വെച്ചിട്ട് ഇവിടുന്നാണ് നമ്മൾ 40 ഡിഗ്രി വരയ്ക്കേണ്ടത്. ഓക്കെ, കാര്യം നമുക്ക് ഒരു റെക്ടാങ്കിളിന്റെ A സൈഡ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് ഈ അടുത്ത പോയിന്റിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങോട്ടേലും ഒന്ന് ജോയിൻ ചെയ്യണമല്ലോ.
അപ്പൊ ആ 40 ഡിഗ്രി ആണ് തീരുമാനിക്കുന്നത് അത് എങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യണമെന്നുള്ളത്. അപ്പൊ നമ്മൾ എ ഒ അല്ലെങ്കിൽ എ ബി ബേസ് വെച്ചിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. 40 ഡിഗ്രി ഇവിടുന്ന് ഈ ആംഗിളിൽ നിന്ന് നമ്മൾ എടുക്കണം, അതായത് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം എടുക്കുമ്പോഴത്തേന് നമുക്ക് 40 ഡിഗ്രി സപ്പോസ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഏകദേശം ഇവിടെയായിട്ടാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിങ്ങനെ അങ്ങ് പാസ് ചെയ്യും. ഓക്കെ, നൗ ഈ ഒരു ലൈൻ ഇത്രയാണ് നമ്മുടെ എന്ത് 40 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, 40 ഡിഗ്രി കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ നെക്സ്റ്റ് ഡയഗണലിലും വരച്ചിട്ടുണ്ട്, അതായത് 40 ഡിഗ്രി. ഇനി നമുക്ക് സൈഡ്സ് വേണം അല്ലെ. അപ്പൊ എയും ബിയും ഒരു ഡയഗണലിൽ കിട്ടി, അടുത്ത ഡയഗണലിലും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് എയിൽ നിന്ന് ഈ ഇപ്പൊ വരച്ച 40 ഡിഗ്രി എന്ന് പറയുന്ന ഡയഗണലിലേക്ക് നമ്മൾ 90 ഡിഗ്രി വരുന്ന പോലെ വരയ്ക്കണം. സോ ഇത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. കാര്യം റെക്ടാങ്കിളിന്റെ ഈ സൈഡും എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലേ. സോ ഇത് 90 ഡിഗ്രി വരുന്ന പോലെ വരയ്ക്കണം. അതേപോലെ തന്നെ ഈ പോയിന്റ് ഇപ്പൊ സപ്പോസ് ഡി ആണെങ്കിൽ ഡി ടു ബി ജോയിൻ ചെയ്യുക. ഇനി ബിന്നും ഇതേപോലെ തന്നെ ഇത്രയും ലെന്ത് തന്നെ വേണമല്ലോ. സോ അവിടെ നിന്നും നമ്മൾ എന്താണ് 90 ഡിഗ്രി ലൈൻ ഇതിലേക്ക് വരയ്ക്കുക. സോ ഇത് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യണം. സോ എ ലെറ്റ് ഇറ്റ് ബി ദിസ് യുവർ പോയിന്റ് സി. ഇനി എ ടു സിയും കൂടെ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്കൊരു റെക്ടാങ്കിൾ കിട്ടത്തല്ലേ. സോ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, ഇവിടെയും 90 ഡിഗ്രി ആണ്, ആൻഡ് ഇവിടെയും 90 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ ആംഗിൾ ബിയുടെ ഇവിടെയും 90 ഡിഗ്രി ആണ്. സോ നമുക്കറിയാം റെക്ടാങ്കിളിന്റെ എല്ലാ ആംഗിൾസും എന്താണ് അറ്റ് 90 ഡിഗ്രി ആണ് അല്ലേ. സോ ഇതിൽ മെയിൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആ 40 ഡിഗ്രി വരയ്ക്കുന്നതാണ്. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തത് വിത്ത് 1 ഡയഗണലിനെ നമ്മൾ ബേസ് ആയിട്ട് എടുത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ഫിഗർ വരുന്നത്. സോ ഈ ഒരു പ്രൊസീജിയർ മനസ്സിലായല്ലോ. ഇതും റെക്ടാങ്കിൾ വിത്ത് 1 ഡയഗണൽ ആൻഡ് 1 ആംഗിളും തരുമ്പോൾ ഉള്ള കേസാണ് ഇത്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയഗണൽസ് ആണ് തന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഫിഗർ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഇപ്പൊ 4 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ, 2 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ ആൻഡ് 1 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇതുപോലെ നമുക്ക് ഒരു ഫിഗർ റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും നേരം നമുക്ക് എന്താണ് ഓരോ ഡേറ്റാസ് തന്നിട്ട് അതിൽ നിന്ന് വരയ്ക്കാനായിരുന്നു. ഇപ്പൊ നമുക്ക് എന്താണ് ഒരു പാറ്റേൺ തരും, ആ പാറ്റേൺ അതേപടി റീകൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പൊ നമുക്കത് നോക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മൾ ഇതിൽ ഓർത്തിരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ സ്ക്വയർ കൺസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യം ഈ തന്നിരിക്കുന്ന നമുക്ക് 4 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും 1 സെന്റിമീറ്റർ ഉള്ള സ്ക്വയറാണ്. അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്തേ 4 + 2 + 1 എന്താണ് 7 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 7 സെന്റിമീറ്റർ ഉള്ള ഒരു വലിയൊരു സ്ക്വയർ വരയ്ക്കുക. അപ്പൊ നമുക്കറിയാം 7 സെന്റിമീറ്റർ ഉള്ള വലിയ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതുപോലെ വലിയ സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, 7 സെന്റിമീറ്റർ. അപ്പൊ ഇതെല്ലാം എന്താണ് 7 സെന്റിമീറ്റർ ആണല്ലോ. സ്ക്വയർ വീനോ എല്ലാ സൈഡ്സും 7 ആയിരിക്കും. ഇനി നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടത്, ഈ 4 2 ആ പാറ്റേൺ മനസ്സിൽ വേണം. 4 സെന്റിമീറ്റർ, അതിന്റെ മുകളിലാണ് 2, പിന്നെ 1 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഇതിനെ എന്താണ് മാർക്ക് ദ റിക്വയർഡ് മെഷർമെന്റ്സ് ആൻഡ് ഡ്രോ ദ ഫിഗർ. അപ്പൊ നമ്മളിപ്പം ഇതിൽ നിന്ന് ഇതിനെ 4 ഏകദേശം ഇവിടെ ആയിട്ട് വരും, 2 ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഓക്കെ, വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും അങ്ങ് വരയ്ക്കുക. ഓക്കെ, 4 ഇവിടെയും ഇതേപോലെ 4 എടുക്കുക. ഇവിടെ 4, ഇവിടെ 2 1 4 കട്ട് ചെയ്തു. ഇനിയും 2 വരുമ്പോഴത്തേന് ഏകദേശം ഇവിടെയാണ്, 2 കട്ട് ചെയ്തു 1. അപ്പൊ നമ്മളിപ്പോ നോക്കിക്കേ, നമുക്ക് ഇതേപോലെ ഗ്രിഡ് പോലെ കിട്ടും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ 4 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്ക്വയർ കിട്ടുമല്ലോ. 4 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ കിട്ടും. കാര്യം ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. ഓക്കെ, ഇനി 2 എന്ന് പറയുമ്പം ഈ മോളത്തേതാണ് അല്ലേ, 2 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ. അപ്പം ഈ മോളത്തെ ഭാഗം. ആൻഡ് 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ ഈ മോളത്തെ ഭാഗം. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു സ്ക്വയറും ഈ ഒരു സ്ക്വയറും ഈ ഒരു സ്ക്വയറും മാത്രം മതി. ബാക്കി എന്ത് ചെയ്യണം, ബാക്കിയുള്ള എല്ലാം ബാലൻസ് വരുന്ന പോർഷൻസ് എന്താണ് ജസ്റ്റ് ഇറേസ് ചെയ്യുക. അപ്പൊ നമ്മൾ പെൻസിൽ വെച്ചാണല്ലോ വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ബാക്കി ഈ പോർഷൻസ് എല്ലാം അങ്ങ് ഇറേസ് ചെയ്ത് കളഞ്ഞേക്കുക. കാര്യം നമുക്കത് ആവശ്യമില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്ക് വേണ്ടിയ പാറ്റേൺ റീക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ ബാക്കിയെല്ലാം എന്താണ് ഇങ്ങനെ ഇറേസ് ചെയ്ത് കളഞ്ഞേക്കാം. സോ നമുക്കപ്പൊ നമ്മുടെ സെയിം നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടിയ നമ്മുടെ അതേ പാറ്റേൺ നമുക്ക് കിട്ടും. മനസ്സിലായ? ജസ്റ്റ് ബാക്കി ഫിൽ ആവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫില്ല് ചെയ്തേക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു കംപ്ലീറ്റ് ഫിഗർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. 7 സെന്റിമീറ്റർ ഉള്ള വലിയ സ്ക്വയർ വരയ്ക്കുക, അതിനെ
എന്താണ് 4:1 എന്ന റേഷ്യോയിൽ നമ്മൾ എന്താണ് അതിനെ ഡിവൈഡ് ചെയ്യുക. വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും വരച്ച്. അപ്പോൾ അത് മീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിൽ 4 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും 1 സെന്റിമീറ്റർ ഉള്ള 3 സ്ക്വയർസ് നമുക്ക് കിട്ടും. ജസ്റ്റ് ബാലൻസ് വരുന്ന പോർഷൻ ക്ലിയർ ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഒരു ട്രപ്പീസിയം കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. 4 ഈക്വൽ ട്രപ്പീസിയം, 1 2 3 4 ഈക്വൽ ട്രപ്പീസിയം ഉള്ള ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിത് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ട്രപ്പീസിയം വരയ്ക്കാൻ വേറെ ഡേറ്റാസ് ഒന്നും തന്നെ തന്നിട്ടില്ല. ഗിവൺ ഫിഗറിൽ നമുക്ക് എന്താണ് ആകെ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഈ ഒരു ലെന്ത് മാത്രം തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ എന്ന്. ഇത് വെച്ച് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം എന്താണ് ഈ 8 സെന്റിമീറ്ററും ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത്രയും 8 സെന്റിമീറ്റർ എന്തായാലും വരുന്നില്ല അല്ലെ. അപ്പൊ ജസ്റ്റ് അതിന്റെ ഹാഫ് 4 സെന്റിമീറ്റർ എടുക്കാം. അപ്പം നമ്മൾ 8/4 ലെന്ത് വരുന്ന ഒരു റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് ലെന്ത് 8 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ. 8 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും വരുന്ന ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ഓക്കെ, 8/4. ഇനി നമുക്ക് എന്താണ് ഈ ഒരു റെക്ടാങ്കിളെ 2 ഈക്വൽ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പൊ ഏകദേശം ഇതിന്റെ 4 മിഡിൽ എന്ന് പറയുമ്പം ഏകദേശം ഇവിടെ ആയിട്ട് വരുമല്ലോ. അപ്പൊ 4/4 വരുന്ന 2 സ്ക്വയേഴ്സ് കിട്ടി. അപ്പം ഏകദേശം നമ്മൾ ഈ ഒരു ഫിഗറിലേക്ക് എത്താനാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, മുമ്പത്തെ പോലെ തന്നെ നമ്മൾ എടുക്കുന്നു, എക്സ്ട്രാ പോർഷൻസിനെ ക്ലിയർ ഔട്ട് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം റെക്ടാങ്കിൾ എടുത്തു 8/4, ദെൻ അവിടുന്ന് ആ റെക്ടാങ്കിളിനെ 2 സ്ക്വയേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 4 വരുന്ന 2 മെഷർമെന്റ്സ് വരുന്ന 2 സ്ക്വയേഴ്സ് കിട്ടും അല്ലെ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയേ. ഈ ഒരു ഒറിജിനൽ ഫിഗറിനെ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടുമല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഫുൾ സ്ക്വയർ നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് ഇതിന്റെ എന്താണ് കുറച്ച് പോർഷനേ ഉള്ളൂ. അതായത് ഇതിന്റെ ഒരു ഹാഫ് ഒരു റെക്ടാങ്കിളേ ഉള്ളൂ അല്ലെ. അതായത് ഈ ഒരു സ്ക്വയറും ഒരു ഫുൾ സ്ക്വയറും ദെൻ ഈ സ്ക്വയറിന്റെ ഹാഫ് പോർഷന് നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ ഫിഗർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡേറ്റ മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും എന്താണ് മിഡ് പോയിന്റുകൾ ഒന്ന് മാർക്ക് ചെയ്ത് വിടുക. അപ്പൊ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് 4ന്റെ ഹാഫ് 2 ഇവിടെ ആയിരിക്കും മിഡ് പോയിന്റ്. ഇനി ഇത് ജോയിൻ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഒരു മിഡ് പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിന്റെ ആണെങ്കിലോ ഇതിന്റെ മിഡ് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് വിടുക. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? കൺസിഡർ 1 സ്ക്വയർ ഹാഫ് ഓഫ് ദ സെക്കൻഡ് ആൻഡ് മാർക്ക് ദ മിഡ് പോയിന്റ്. അപ്പൊ മിഡ് പോയിന്റ്സ് വരെ നമുക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഗറിലെ പോലെ തന്നെ ഇതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഫിഗറിൽ ഇവിടെ നിന്ന് ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. ആൻഡ് ഈ ഒരു ലൈൻ എന്താണ് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്താൽ മതിയല്ലോ. ഇനി ഇതിനെ ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുക. സോ നമുക്ക് ഈ ഒരു സ്ക്വയർ ഇവിടെ അതേപടി റീക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി ഈ പോർഷൻ വരയ്ക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഡയഗണൽ അങ്ങ് വരയ്ക്കാം അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഡയഗണൽ ഉണ്ടല്ലോ. ഈ ഡയഗണൽ ഇവിടെയും ഇതേപോലെ തന്നെ ഡയഗണൽ വരയ്ക്കാം. ഓക്കെ, ഡയഗണൽ വരയ്ക്കുന്നു. നൗ ഈ ഒരു മിഡ് പോയിന്റിനെ ഇതിലേക്ക് അങ്ങ് ജോയിൻ ചെയ്താൽ മതി. സോ വി ഗെറ്റ് ദിസ് ഫിഗർ. അപ്പൊ നമുക്ക് ബാക്കി ആവശ്യമില്ലാത്ത പോർഷൻസ് എന്തൊക്കെയുണ്ടോ അതങ്ങ് ക്ലിയർ ഔട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു പോർഷൻ ഇവിടെ ആവശ്യമില്ല, മോളത്തേത്. അപ്പൊ അത് ബാക്കി സ്ക്വയറിന്റെ ബാക്കി ഹാഫ് പോർഷൻ ആണല്ലോ. അപ്പൊ അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒറിജിനൽ ഫിഗർ തന്നെ റീക്രിയേറ്റ് ചെയ്ത് കിട്ടും. സോ ഇപ്പൊ നമ്മൾ ഒരു ഫുൾ സ്ക്വയറും മറ്റേ സ്ക്വയറിന്റെ ഹാഫ് പോർഷൻ, അതായത് ഈ ഒരു ട്രയാങ്കിൾ പോർഷനെ നമുക്ക് ആവശ്യമുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ മിഡ് പോയിന്റ്സ് എടുക്കുക, മാർക്ക് ചെയ്യുക, ദെൻ ജോയിൻ. ഇതിനെ ഡയഗണലി ജോയിൻ ചെയ്തു, ദെൻ മീറ്റ് ദ പോയിന്റ്സ് ടു കംപ്ലീറ്റ് ദ ഫിഗർ. ഓക്കെ, നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ വരുന്നത് ഒരു റോംബസിന്റെ ആണ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ഡയഗണൽ ലെന്ത് മാത്രമാണ് തന്നിരിക്കുന്നത്. 2 ഡയഗണൽസ് ഉണ്ട്. നമുക്കറിയാം ഒരു റോംബസ് ഉണ്ടെങ്കിൽ ആ റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ആൻഡ് ദി diagonals they are perpendicular bisectors of each other. മറ്റേ റെക്ടാങ്കിളിലെ പോലെയല്ല, they are perpendicular bisectors of each other. അപ്പം ഒരു ഡയഗണലിൽ ലെന്ത് 5.5ഉം ഒരു ഡയഗണലിന്റെ ലെന്ത് 3ഉം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐദർ 5.5 സെന്റിമീറ്റർ ലെന്തുള്ള ഡയഗണൽ എടുത്തിട്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ ലെന്തുള്ള ഡയഗണലിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിപ്പോൾ സപ്പോസ് 5.5 സെന്റിമീറ്റർ ഉള്ള ഡയഗണലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെറ്റ് ഇറ്റ് ബി എ ബി ആൻഡ് ഇത് നമ്മുടെ 5.5 ആണ് സെന്റിമീറ്റർ. അപ്പോൾ ഇതാണ് ഞാൻ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ദേ ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണല്ലോ. അപ്പം നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പം നമ്മളിവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നു.
എയും ബിന്നും കുത്തിയിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. ഇത് ഹാൻഡ് ഡ്രോൺ ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ പ്രോപ്പർ കോമ്പസ് എടുത്തിട്ട് തന്നെ വരയ്ക്കുക. സോ ഇതിന്റെ മിഡിൽ പോയിന്റ് കിട്ടും. ലെറ്റ് ഇറ്റ് ബി O. നൗ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനിയും നമുക്ക് ചുമ്മാതെ ഇതിനെ അങ്ങ് ജോയിൻ ചെയ്താൽ പറ്റത്തില്ല. ഇതല്ല നമ്മുടെ പോയിന്റ്. അപ്പൊ നമുക്ക് ഇവിടെ എ ബി, ഇത് നമ്മുടെ എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഡി ആണ്. പോയിന്റ് സി വേണം. പോയിന്റ് സി വേണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഡയഗണൽ ലെന്ത് ഇപ്പൊ എന്താണ്, ഇത് 5.5ഉം മോളത്തേതാണ് 3 എടുത്തെങ്കിൽ ഇപ്പൊ മോളോട്ടും താരോട്ടും എനിക്ക് ഈക്വൽ ആയിട്ടുണ്ട്. അതായത് മോളോട്ട് 1.5 ആണെങ്കിൽ താരോട്ടും 1.5. അപ്പൊ ഈ മിഡിൽ പോയിന്റ് വെച്ചിട്ട് ഈ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ 1.5 സെന്റിമീറ്റർ ഉള്ള ആർക്ക് കട്ട് ചെയ്യുക. താരയും അതേപോലെ തന്നെ 1.5 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് കട്ട് ചെയ്യുക. Now this will be your point C and this will be your point D. ഇനി ഇതിനെ എയിലോട്ടും ബിയിലോട്ടും ജോയിൻ ചെയ്യുക. ഓക്കെ, C to A, C to B, A to D and D to B. So this is your rhombus. A, D, B, C എന്ന് പറയുന്നതാണ്. Now this is your rhombus. മനസ്സിലായോ? ഡയഗണൽ എടുക്കുന്നു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആൻഡ് നമുക്കറിയാം മോളോട്ടും താരോട്ടും ഈക്വൽ ലെന്താണ്. സോ 5.5 ഓൾറെഡി എടുത്തോണ്ട് ബാക്കി വരുന്ന ഡയഗണൽ ലെന്ത് 3 സെന്റിമീറ്റർ. അപ്പൊ മോളോട്ട് 1.5, താരോട്ടും 1.5. സോ ദേ ആർ മിഡ് പോയിന്റ്സ് അല്ലെ. അപ്പൊ അത് 1.5 വരുന്നു. ദേ ആർ joined to complete the figure. Okay. So next question, construction of a parallelogram. So we need to construct a parallelogram of one side 6.5 centimeter and diagonal length തന്നിട്ടുണ്ട് 8 centimeter and 7 centimeter. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പാരലോഗ്രാം വരയ്ക്കണമെങ്കിൽ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് അറിയണം അല്ലെ. അപ്പൊ നമുക്കൊരു റഫ് ഫിഗർ വരച്ച് നോക്കാം. എങ്ങനെയായിരിക്കും ഒരു പാരലോഗ്രാം വരിക? ഇങ്ങനെയാണ് അല്ലെ. We know the opposite sides are equal and parallel. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു വൺ സൈഡ് തന്നിട്ടുണ്ട് 6.5 സെന്റിമീറ്റർ ആൻഡ് ഡയഗണൽ ലെന്ത് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്ററിനും 7 സെന്റിമീറ്ററിനും. സപ്പോസ് ഇത് നമ്മുടെ 8 സെന്റിമീറ്റർ ഉള്ള ഡയഗണലും ഇത് 7 സെന്റിമീറ്റർ ഉള്ള ഡയഗണലും ആണെങ്കിൽ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണല്ലോ O എന്ന് പറയുന്നതാണെങ്കിൽ ഇതിന്റെ we know that the diagonals bisect each other. Okay. അപ്പം ഇത് അതേപടി നമ്മൾ വേറെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെന്ത് എത്രയായിരിക്കും? 8 ആണ് ടോട്ടൽ എങ്കിൽ ഇത് 4 ആയിരിക്കും, ഇതും 4 ആയിരിക്കും. അതേപോലെ തന്നെ അടുത്ത ഈ ഒരു ഡയഗണൽ ABCD ഞാൻ മാർക്ക് ചെയ്യുവാണെങ്കിൽ യോർ AC എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ O will be 4 and OC will be again 4. ഇനി ഈ BD എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണെങ്കിൽ അതില് BO എന്ന് പറയുന്നത് 3.5ഉം അതേപോലെ തന്നെ OD എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3.5 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആദ്യം ഈ ഒരു ട്രയാങ്കിൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ AOB കണ്ടോ? ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് AB വിത്ത് സൈഡ് 6.5 സെന്റിമീറ്റർ ഇവിടെ അങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ കോമ്പസ് എടുത്തു. കാര്യം ഇത് 4ഉം ഇത് 3.5 ആണ്. അപ്പൊ 3 സൈഡ്സ് അറിയാമെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഒരു സൈഡ് വരച്ചു, അടുത്തത് കോമ്പസയിൽ എടുക്കുക 4 സെന്റിമീറ്റർ. അത് എയിൽ കുത്തിയിട്ട് എന്നാണ് 4 നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എയിൽ നിന്ന് 4 ഉള്ള ഒരു ആർക്ക് കട്ട് ചെയ്തു. ബിന്നും 3.5 ഏകദേശം അത് ഈ ഒരു ആർക്ക് മറ്റേ ആർക്കിനെ കട്ട് ചെയ്യണം രണ്ടും. അപ്പൊ ഇത് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ പോയിന്റ് O എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു ട്രയാങ്കിൾ അങ്ങ് നമുക്ക് ജോയിൻ ചെയ്യാമല്ലോ. അപ്പൊ AOB എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് ഇപ്പൊ കൺസ്ട്രക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഏത് ലൈന്? AO4 ആണെന്നറിയാം, OB 3.5 ആണെന്നറിയാം. നമുക്ക് ഇവിടുത്തെ താരത്തെ ഈ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ, AOB എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്താണ് ഈ ഒരു 4 സെന്റിമീറ്ററിന് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു ലൈനെ നമ്മൾ മോളോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആൻഡ് ഇത്രയും 4 ആണ് AO, അതേപടി നമുക്ക് എന്താണ് OCയും 4 ആയിട്ട് വരയ്ക്കാം. അപ്പൊ Oയിൽ കുത്തിയിട്ട് 4 സെന്റിമീറ്റർ കട്ട് ചെയ്യുക. അപ്പൊ ഈ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ദിസ് വിൽ ബി യുവർ പോയിന്റ് C. ഓക്കെ, ഇനി അതേപോലെ തന്നെ BO എന്ന് പറയുന്നത് 3.5 ആണ്, ODയും 3.5 ആണ്. സോ ഈ ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം സച്ച് ദാറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരണം. അത് Oയിൽ നിന്ന് D 3.5. സോ ദിസ് വിൽ ബി യുവർ പോയിന്റ് D. ഇത് 3.5 സെന്റിമീറ്റർ വരും. അപ്പൊ ഇതിനെ ഇനി നമ്മളൊന്ന് ജോയിൻ ചെയ്താൽ മതി. വി ഗെറ്റ് ദി പാരലോഗ്രാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാരലോഗ്രാം
കംപ്ലീറ്റ് ആക്കിയത്. സോ നമ്മൾ ആദ്യം ഈ ഒരു ട്രയാങ്കിൾ എ ഒ ബി കൺസ്ട്രക്ട് ചെയ്തു. വേർ നമുക്ക് 3 സൈഡ്സും അറിയാം അല്ലേ, 6.5 4 3.5 വരുന്ന ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ആൻഡ് എ ഒ എക്സ്റ്റെൻഡ് ചെയ്തു ടു മീറ്റ് അറ്റ് സി ആൻഡ് ഒ ബിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ടു മീറ്റ് അറ്റ് ഡി. അപ്പൊ എന്നിട്ട് നമ്മൾ എ ബി സി ഡി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദി പെർഫെക്റ്റ് പാരലോഗ്രാം. അണ്ടർസ്റ്റുഡ്? സോ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ വിത്ത് ഗിവൺ മെഷർമെന്റ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ശ്രദ്ധിക്കേണ്ടത് എ, സപ്പോസ് ഞാൻ ഇതിനെ എ ബി സി ഡി ഞാൻ മാർക്ക് ചെയ്യുവാണ്. അപ്പൊ ഈ ഒരു ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാനാണ്. വേർ എ ബി സൈഡ് തന്നിട്ടുണ്ട് 7 ആൻഡ് എ ഡി നമുക്ക് 4 അറിയാം, ബി ഡി 8 അറിയാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ദ ട്രയാങ്കിൾ എ ബി ഡി വിത്ത് നമുക്ക് സൈഡ്സ് എല്ലാം അറിയാമല്ലോ. എ ബി 7 ബി ഡി 8 ആൻഡ് എ ഡി 4. അപ്പൊ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം എ ബി വിത്ത് 7 സെന്റിമീറ്റർ. ഓക്കെ, നൗ ഇനി ബി ഡി 8ഉം എ ഡിന്ന് 4ഉം, എയിൽ നിന്ന് 4 സെന്റിമീറ്ററും വേണം. അതേപോലെ ബി ഡിന്ന് 8 സെന്റിമീറ്ററും വേണം. അപ്പൊ ഇതേപോലെ നമ്മൾ വരയ്ക്കുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു ആർക്ക് ഇവിടെ ആയിരിക്കും കട്ട് ആവുക. സോ എ ടു ഡി എന്ന് പറയുന്നത് 4 സെന്റിമീറ്ററും ഡി ടു ബി എന്ന് പറയുന്നത് എത്ര, 8 സെന്റിമീറ്ററും നമുക്ക് കിട്ടും. ഓക്കെ, നൗ ഇനി നമുക്ക് വേണ്ട ഒരേ ഒരു പോയിന്റ് സി ആണ്. ആ പോയിന്റ് സി വരയ്ക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിയിൽ നിന്ന് 5 സെന്റിമീറ്റർ എന്നറിയാം, പക്ഷെ ബിയിൽ നിന്ന് തന്നിട്ടില്ല. അപ്പൊ നമ്മൾക്ക് എന്താണ് വേറൊരു മെഷർമെന്റ് ഇവിടെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ഫ്രം എ. അപ്പം എയിൽ നിന്ന് 6 സെന്റിമീറ്ററും ഡിയിൽ നിന്ന് എത്രയാണ് 5 സെന്റിമീറ്ററും. സോ വി ഹാവ് ടു മാർക്ക് ദ പോയിന്റ് സി ഇൻ സച്ച് എ വേ ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് 6 സെന്റിമീറ്റർ ഫ്രം എ ആൻഡ് ഡിസ്റ്റൻസ് ഇസ് 5 സെന്റിമീറ്റർ ഫ്രം പോയിന്റ് ഡി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരു പോയിന്റ് വരയ്ക്കാൻ കോമ്പസിന്റെ ഉപയോഗമാണ് വീണ്ടും എടുക്കേണ്ടത്. ഡിയിൽ നിന്ന് 5 സെന്റിമീറ്റർ, അപ്പൊ ഏകദേശം ഇവിടെ ആയിട്ട് വരുമെന്ന് കട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. ഇനി എയിൽ നിന്ന് എത്രയാണ് 6 സെന്റിമീറ്റർ ഡിസ്റ്റൻസ്, അപ്പൊ ഏകദേശം ഇവിടെ കട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പം ഇതെത്രയാണ് എ ടു സി 6 സെന്റിമീറ്റർ കിട്ടും, സെന്റിമീറ്റർ ആണ്. ആൻഡ് ഡി ടു സി എത്രയാണ് 5 സെന്റിമീറ്റർ. ഇതിനെ ഒന്ന് ജോയിൻ ചെയ്തേ. സോ യു ഗെറ്റ് ദി quadrilateral given in the figure. So ഇങ്ങനെയാണ് നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. when the measurements are given, ആ മെഷർമെന്റ്സ് വെച്ച് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഓൾവേസ് റിമെമ്പർ ഒരു റഫ് ഫിഗർ വരച്ചിട്ട് ഫിഗർ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, so in this entire section we have seen the different constructions അല്ലെ. construction of a square, construction of rectangle, trapezium, അതേപോലെ തന്നെ റോംബസിന്റെയും പാലോഗ്രാമിന്റെയും എല്ലാം നമ്മൾ കൺസ്ട്രക്ഷൻസ് കണ്ടു അല്ലെ. സോ ഇച്ചിരി ഒരു ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു എൻറ്റയർ ചാപ്റ്റർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മനോരമ ഹൊറൈസൺ. സ്റ്റേ ട്യൂൺ ടു മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. താങ്ക് യു. Manorama Horizon. Learning made simple.